സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? കൂട്ടുകാരെ, ഇതുവരെ നിങ്ങൾ 8 ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇന്ന് 9ാമത്തെ ക്ലാസ് ആണ്. കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ കോഴ്സ് ഫ്രീ ആയിട്ട് 150 PDF, അതുപോലെ തന്നെ 150 ക്ലാസ്സുകൾ. ഇതുവരെ 8 ക്ലാസ് എടുത്തു. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് കണ്ട പോലെ പിന്നീട് അങ്ങോട്ട് കാണുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല, ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമ്മൾ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക. നമ്മുടെ നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാണ്. ഇതുവരെ എടുത്ത മുഴുവൻ 8 ക്ലാസ്സിന്റെയും പ്ലേലിസ്റ്റ് ഒരൊറ്റ പ്ലേലിസ്റ്റ് ആയിട്ട് മുകളിൽ കൊടുക്കാം, അത് കാണുക. 10 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ബീഹാർ മുൻ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? എല്ലാവർക്കും അറിയാം, നിതീഷ് കുമാർ ആണ്. നോക്കൂ, ഞാൻ മുൻ മുഖ്യമന്ത്രി എന്ന് പറയാൻ കാരണം അദ്ദേഹം രാജിവെച്ചുകൊണ്ട് പുതിയ മുഖ്യമന്ത്രി അവിടെ വരാൻ പോവുകയാണ്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിലവിൽ അവിടെ മുഖ്യമന്ത്രി പുതുതായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു പക്ഷേ ക്ലാസ് കാണുമ്പോഴും എക്സാം എഴുതുമ്പോഴൊക്കെ അദ്ദേഹം അവിടെ മുഖ്യമന്ത്രി ആയിരിക്കില്ല. ഓക്കെ, അപ്പം നിതീഷ് കുമാർ ഈ പറയുന്ന ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റ് അവിടെ ഒരുപാട് തവണ, എന്ന് വെച്ചാൽ ചിലർക്ക് ധാരണ ഉണ്ടാവും 5 വർഷം കൂടുമ്പോഴാണല്ലോ മുഖ്യമന്ത്രിമാർ വരിക. അങ്ങനെ ഇദ്ദേഹം 50 വർഷമൊക്കെ ഇരുന്നു എന്ന് ചിന്തിക്കേണ്ട. നോക്കൂ, ഇദ്ദേഹം ഒരു പീരീഡിൽ, അതായത് ഇപ്പോൾ ഒരു വർഷം തന്നെ രാജിവെക്കും, മറ്റൊരു മന്ത്രിസഭ രൂപീകരിക്കും, വീണ്ടും രാജിവെക്കും, പ്രതിപക്ഷ പാർട്ടികളെ കൂടെ കൂടിയിട്ട് വീണ്ടും മന്ത്രിസഭ രൂപീകരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില രസകരമായ സംഭവങ്ങളിലൂടെ ഇദ്ദേഹം പല തവണയായിട്ട് ആയി. ഒരു ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഫാക്ട് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി EK നായനാർ ആണ്. എന്നാൽ ചോദ്യം ഇങ്ങനെയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം EK നായനാർ അല്ല, അത് K കരുണാകരനാണ് അല്ലെ? അപ്പൊ ഈ 2 പേര് നമുക്കറിയാം. എന്ന് വെച്ചാൽ കൂടുതൽ തവണ K കരുണാകരനും ഏറ്റവും കൂടുതൽ കാലം EK നായനാറും. നായനാർ എത്ര കാലമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നത്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഇവിടെ നോക്കൂ, നിതീഷ് കുമാർ 10 തവണയായി, ഒരു റെക്കോർഡാണ് അല്ലെ? നോട്ട് ചെയ്ത് വെച്ചേക്കുക. യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഫെസ്റ്റിവൽ ഏതാണ്? സാംസ്കാരിക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഫെസ്റ്റിവലാണ് ദീപാവലി. നമുക്ക് ഒരു പത്ര കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ PDF ഒക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റ് ഉണ്ടാവും, സ്ട്രൈക്കർ PS സെർച്ച് ചെയ്യുക കേട്ടോ. യെസ്, അപ്പോ അവിടെ നിങ്ങൾ ഇത് സൂം ചെയ്ത് വായിച്ച് നോക്കുക പത്ര കട്ടിങ് ഒക്കെ. ഇന്ത്യയിൽ AI സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ 1750 കോടിയോളം രൂപ, എന്ന് വെച്ചാൽ കോടിയല്ല, ഡോളറാണ്, 1750 കോടി ഡോളർ നിക്ഷേപിക്കാൻ തീരുമാനിച്ച സ്ഥാപനമാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ്. നോക്കൂ, ഇന്ത്യയില് അത്രയും വലിയൊരു എമൗണ്ട് AI സാങ്കേതിക വിദ്യക്ക് വേണ്ടിയിട്ട് ആരാണ് മുടക്കാൻ തീരുമാനിച്ചത്? മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ നിലവിലെ CEO സത്യ നദല്ല, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്ന ഒരു ഫോട്ടോയും ഒരു പത്രത്തിന്റെ ന്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഗസ, നമുക്കറിയാം, ഗസ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പാലസ്തീൻ ഇഷ്യൂ അല്ലെ? അത്തരത്തിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഇസ്രായേലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് എന്ന്. അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എന്താണ്? ഇത് തന്നെയാണ്. കാരണം അതൊക്കെ ഒരു ഏരിയ ആണല്ലോ. അപ്പൊ ചുഴലിക്കാറ്റ് ആയതുകൊണ്ട് ഒരു പ്രത്യേക സ്പോട്ടിൽ മാത്രമല്ലോ, അങ്ങ് അടിച്ചു പോകല്ലേ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ഗസയിൽ കനത്ത മഴക്കും വെള്ളപ്പൊക്കത്തിനും കാരണമായ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് എന്ന് ചോദിച്ചാൽ ബൈറൺ ആണ്. ബൈരം എന്നൊക്കെ കേൾക്കുന്നവര് ബൈറൺ വന്നു ഗസയില് 2025 ആ ഒരു ഡിസംബർ പീരീഡിലാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഗസയിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും കാരണമായ കൊടുങ്കാറ്റ് ഏതാണ്? ബൈറൺ ആണ്. ടവറുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും ഇല്ലാതെ മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റ് എത്തിക്കുന്ന ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറായ മലയാളി. നോക്കൂ, ഇത് തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. ഈ പറയുന്ന ബ്ലൂബേർഡ് ബ്ലോക്ക് 2 നമ്മൾ LVM-3 M6 പറഞ്ഞിരുന്നു അല്ലെ? LVM-3 M6 എന്ന് പറയുന്ന നമ്മുടെ മിഷൻ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ദൗത്യം എന്നായിരുന്നു LVM-3 M6 വിക്ഷേപിച്ചത്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത്. ഞാൻ ഇപ്പൊ തന്നെ ആൻസർ പറയാം. തൊട്ട് മുമ്പത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു, പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, അതിനാ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഓർമ്മയില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, റിവിഷൻ വേണമെങ്കിൽ 2x ഇട്ടിട്ട് വീഡിയോസ് വീണ്ടും കാണുക കേട്ടോ. ഇതുവരെ എടുത്ത 8 ക്ലാസ്സുകളും. അപ്പൊ അതൊരു മലയാളിയാണ്. ഈ ഒരു മിഷൻ അന്ന് ഞാൻ പഠിപ്പിച്ച സമയത്ത് എനിക്ക് വിട്ടുപോയൊരു പോയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് T. വിക്ടർ ജോസഫ്. നോക്കൂ, എന്താണ്? T. വിക്ടർ ജോസഫ്. നോക്കൂ, ഏറ്റവും വലിയൊരു ഉപഗ്രഹം അല്ലെ? ഏറ്റവും ഭാരം കൂടിയ ഒരു ഉപഗ്രഹമാണ് ഏത്? ഈ പറയുന്ന ബാഹുബലി, ഇന്ത്യയുടെ ബാഹുബലി എന്നൊക്കെ വിളിക്കുന്ന LVM-3 M6 എന്ന് പറയുന്ന ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന് പറയുന്ന അമേരിക്കയുടെ സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ടില്ലേ നമ്മൾ വിക്ഷേപിച്ച ഈ ഒരു ഉപഗ്രഹം. അപ്പൊ അവിടെ ഓർത്തു വെക്കുക, നമ്മുടെ ഇന്ത്യയിൽ അതിന് ചുക്കാൻ പിടിച്ചത് T. വിക്ടർ ജോസഫ് ആണ്. വിക്ടർ ജോസഫ്
നോക്കൂതാ എന്റെ പിറകിൽ ഞാൻ തന്നെയാണ്, നമ്മുടെ തൊട്ടുമുമ്പത്തെ ക്ലാസ് ആണ്. 8 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടോ? എല്ലാം കാണുക, റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും മറന്നു പോകണമെങ്കിൽ റിവിഷന്റെ ഭാഗമായിട്ട് കാണുക കേട്ടോ. ഇവിടെ ആ ഡേറ്റ് പറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ LVM 3 അതുപോലെ തന്നെ M6 എന്നാണ്, അവിടെ മാർക്ക് വേണ്ട ആവശ്യമില്ല, LVM ഉണ്ടല്ലോ. അപ്പൊ നോക്കൂ, 2025 ഡിസംബർ 24 ഡേറ്റ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഇന്ത്യയിലെ ഏറ്റവും വലിയ നാവിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ പ്രൊജക്ട് സീ ബേർഡ് ഒന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും വലിയ നാവിക അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്റ്റ് ആണ് പ്രൊജക്ട് സീ ബേർഡ്. ഈ പ്രൊജക്ട് സീ ബേർഡിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുക. കാർവാർ, കർണാടകയിലെ കാർവാറിലുള്ള INS കദംബ. എവിടെയാണ്? INS കദംബ. പഠിച്ചോ? ഇവിടെ ഉണ്ട്, അതിന്റെ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ കാണാം നിങ്ങൾക്ക്. പ്രൊജക്ട് സീ ബേർഡ്, INS കദംബ. കന്യാകുമാരിയിലെ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനും പോലീസ് സേവനം വേഗത്തിലാക്കാനും AI സഹായത്തോടെ നിലവിൽ വരുന്ന ആധുനിക സംവിധാനമാണ് കുമാരി കാവാലയ്യ. അല്ല, കാവലൻ അല്ലെ? കാവലൻ ആരുടെ സിനിമയാ ചോദിച്ചാൽ ഇപ്പം കമന്റ് ചെയ്യും. അപ്പൊ കാവലൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാവൽ നിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് തമിഴിൽ ഉപയോഗിക്കുന്ന വാക്കല്ലേ. അപ്പൊ അവിടെ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുക, അവർക്കൊരു കാവല്. കുമാരി കാവലൻ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കന്യാകുമാരിയിലാണ്. കുമാരി കാവലൻ കിട്ടും. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി നിയമം കൊണ്ടുവന്നല്ലോ. എന്ന് വെച്ചാൽ ഈ അടുത്ത് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അതിന്റെ പേര് മാറ്റി VBG റാംജി. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, സെറ്റായിട്ട് പഠിച്ചു മുഴുവൻ. അതിലെ വസ്തുക്കൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക അല്ലെ, എത്ര പെർസെന്റേജ് ആയിരുന്നു ഈ സ്റ്റേറ്റിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും ഒക്കെ ആലോചിച്ച് നോക്കുക. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ മേഖലകൾക്കാണ് ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും VBG റാംജി. അപ്പോ അങ്ങനെ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ആ സമയത്ത് വിവാദമായ സമയത്ത് ഏത് സംസ്ഥാനത്തെ സർക്കാരാണ് തങ്ങളുടെ തൊഴിൽ പദ്ധതിക്ക് ഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ചത്? പലരും തീരുമാനിക്കും, പക്ഷെ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. തൊഴിലുറപ്പ് പദ്ധതി പുതിയ നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തങ്ങളുടെ ഒരു തൊഴിൽ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകാൻ തീരുമാനിച്ചത്. നിലവിൽ വെസ്റ്റ് ബംഗാളിലെ കർമ്മശ്രീ പദ്ധതി ഉണ്ടായിരുന്നു. കർമ്മശ്രീ പദ്ധതി, അതിന്റെ പേരെന്താക്കിയിട്ടുണ്ട്? മഹാത്മാഗാന്ധിയുടെ നാമത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി പദ്ധതി എന്ന് പേര് നൽകുന്നത് കേട്ടോ, ഓർത്തു വെച്ചേക്കണേ. ഏഷ്യ പസഫിക് മേഖലയിലെ സിനിമകളിലെ മികവിന് 2025 പുരസ്കാരം നേടിയ ഇന്ത്യൻ നടിയാരാണ്? ഏഷ്യ പസഫിക് മേഖലയിലെ സിനിമകളിലെ മികവിന് 2025 പുരസ്കാരം നേടിയ ഇന്ത്യൻ നടി. നമുക്കതിനെ ചുരുക്കിയിട്ട് APFF എന്ന് വിളിക്കാം, ഏഷ്യ പസഫിക് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്. ആലിയ ഭട്ടിനെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആലിയ ഭട്ടാണ് ഈ പറയുന്ന ഏഷ്യ പസഫിക് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയത്. 2025 ഡിസംബറിൽ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് മക്കളെ വിനോദ് കുമാർ ശുക്ല. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം വിനോദ് കുമാർ ശുക്ലയെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇദ്ദേഹം ജ്ഞാനപീഠം കിട്ടി, ഒക്കെ ശരിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. ഓർത്ത് വെച്ചേക്കണം, 59ാമത് ജ്ഞാനപീഠം. ഏറ്റവും ലേറ്റസ്റ്റ് 60ാമത് ജ്ഞാനപീഠം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ മറ്റൊരു ക്ലാസ് നിങ്ങൾക്ക് അത് തരും. തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു സാഹിത്യകാരനാണ് എന്ത് കിട്ടിയത്? 60ാമത് ജ്ഞാനപീഠം. അപ്പൊ തമിഴ്നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. വലിയ വിവാദമൊക്കെ ആയിരുന്നു അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട്. ഒന്ന് കമന്റ് ചെയ്തേ. ഇത് ഞാൻ പഠിപ്പിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അറിയുന്നവർ കമന്റ് ചെയ്യുക. തൊട്ടടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിലവില് 60 ആണെങ്കിൽ 59ാമത് ജ്ഞാനപീഠം ജേതാവായിരുന്നു വിനോദ് കുമാർ ശുക്ല. ഇദ്ദേഹം ഛത്തീസ്ഗഡുകാരനാണ്. നോക്കൂ, ഹിന്ദി സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നും ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച വ്യക്തിയാണ്. കേട്ടല്ലോ. കൊല്ലം അറബിക്കടലിൽ തീരത്തോട് ചേർന്ന് കണ്ടെത്തിയ ഒരു നീരാളി ഉണ്ട്, ഫ്ലപ്പ് ജാക്ക് നീരാളി എന്ന് വിളിക്കാം. ഫ്ലാപ്പ്, നമ്മളിപ്പോ വണ്ടിയുടെ ഒക്കെ ഫ്ലാപ്പ്. അപ്പൊ അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിലേക്ക് പത്രങ്ങളിൽ നിന്നൊക്കെ എടുത്താണ്. അപ്പൊ ഫ്ലാപ്പ് അല്ലെങ്കിൽ ഫ്ലപ്പ് എന്നോ ഒക്കെ പഠിച്ചു നോക്കുക. ഫ്ലാപ്പ് ജാക്ക് നീരാളി കേട്ടോ, ഫ്ലാപ്പ് ജാക്ക്. കണ്ടോ, ഫോട്ടോ കണ്ട എന്റെ തൊട്ട് പിറകിൽ PDF വായിച്ചു കേട്ടോ. ഒരു ജെല്ലി പോലുള്ള ശരീരമുള്ള, പാട പോലുള്ള ആവരണത്താൽ എന്താ പറയാ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്ന 8 കൈകളുള്ള ഒരു പരന്ന കുട പോലെയുള്ള രൂപമൊക്കെയാണെന്നാണ് ഇവിടെ പത്രങ്ങൾ പറയുന്നത്. ഇത് ഒപ്പിസ്റ്റോട്യൂത്തിസ് ജനുസിൽ പെട്ട, ഇതൊന്നും ഇംഗ്ലീഷ് വായിച്ചെടുക്കണ്ട, ഇതിന്റെ ശാസ്ത്രീയ നാമം ഒന്ന് ബൈഹാർട്ട് പഠിക്കണ്ട, ഞാൻ ചുമ്മാ കൊടുത്താണ് ഒരു എക്സ്ട്രാ റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഈ ഒരു ജനുസിൽപ്പെട്ട അപൂർവ ഇനം നീരാളിയാണെന്ന് പറയുന്നു. 2025 സമാധാന നോബൽ പുരസ്കാര ജേതാവ്, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് പേര്. നമുക്ക് നോബൽ സമ്മാനം പ്രത്യേകം ഒരു ക്ലാസ് ആയിട്ട് ചെയ്യും കേട്ടോ, വരുന്നുണ്ട്, വെയിറ്റ് ആൻഡ് സീ. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് പോലെയാണ് അതൊക്കെ. അപ്പോ സമാധാന പുരസ്കാര ജേതാവാണ് മരിയ കുരിന മെച്ചഡോയെ. നോക്കൂ, മേഡം
മേഡത്തിന്റെ ഫോട്ടോ ഇവിടെ കാണാം നിങ്ങൾക്ക്. മെരിയ കൊറീന മെച്ചഡോ. അപ്പോ മെരിയ കൊറീന മെച്ചഡോ ഇവര് വെനസ്വേലക്കാരിയാണ്. ഏതാ രാജ്യം? വെനസ്വേല. 2025 സമാധാന നോബൽ പുരസ്കാര ജേതാവായ മെരിയ കൊറീന മെച്ചഡോയെ വെനസ്വേലയ്ക്ക് പുറത്തെത്തിച്ച ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഡൈനാമിക്സ്. ഓപ്പറേഷൻ ഗോൾഡൻ ഡൈനാമിക്സ് ഓർത്ത് വെച്ചേക്കുക. ഇവര് അവിടുത്തെ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ട് ഒരുപാട് നാള് ഇപ്പൊ വിലക്കൊക്കെ ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോകാൻ വിലക്കും തടവിലൊക്കെ ആയിട്ട് ഇവിടെ വലിയ ഫൈറ്റ് നടത്തിയ ഒരു പോരാളിയായ വനിതയാണ് ഈ പറയുന്ന മെരിയ കൊറീന മെച്ചഡോയെ. ഇവരെ കുറിച്ച് നമ്മൾ പിന്നീട് പറയട്ടോ. അപ്പൊ ഓപ്പറേഷൻ ഗോൾഡൻ ഡൈനാമിക്, ഓപ്പറേഷൻ ഗോൾഡൻ ഡൈനാമിക് മറക്കണ്ട. ഡ്രോണുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ ആധുനിക യുദ്ധ ഭീഷണികളെ നേരിടാൻ മൈക്കൽ ആഞ്ചലോ, പേര് ശ്രദ്ധിച്ചോ, വെറൈറ്റിയ, മൈക്കൽ ആഞ്ചലോ എന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം ഇറ്റലിയാണ്. ഡ്രോണുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ അത്യാധുനിക യുദ്ധ ഭീഷണികളെ നേരിടാൻ മൈക്കൽ ആഞ്ചലോ എന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം ഇറ്റലി. നമ്മൾ അയൺ ഡോം എന്നൊക്കെ പറയാറില്ലേ ഇസ്രായേലിന്റെ, അവിടുത്തെ മിസൈലുകളൊക്കെ വരുമ്പോൾ ഇപ്പൊ ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇറ്റലിയുടേതാണ് എന്ത്? മൈക്കൽ ആഞ്ചലോ. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മളൊക്കെ അന്ന് വളരെ വാർത്തയിൽ വരികയും അല്ലെ, എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മെസ്സി അല്ലെ, മെസ്സിയോടൊപ്പം പലരും ഇങ്ങനെ ചുമ്മാ നിന്നിട്ട് AI ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഓർമ്മയില്ലേ? കാരണം മെസ്സി ഇന്ത്യ സന്ദർശിച്ചിരുന്നു, അന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്ത കഥകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില നഗരങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു. 2025 ഡിസംബറിലാണ് മെസ്സി ഇന്ത്യ സന്ദർശിച്ചത്. ആ മാസം ഓർത്ത് വെച്ചാൽ അത് ഡേറ്റ് കിട്ടിയില്ലെങ്കിലും കേട്ടോ. അപ്പൊ അവിടെ ഓർത്ത് വെക്കേണ്ട, ഡിസംബർ 13 വന്നിട്ട് ഒരു 16 അദ്ദേഹം പോകുന്ന ഡേറ്റ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഇപ്പൊ ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വന്നത് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ എന്നൊരു പ്രത്യേക പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. നമ്മൾ അദ്ദേഹത്തെ പൊതുവേ മെസ്സി എന്താണ് ഗോട്ട് എന്ന് വിളിക്കാറുണ്ട് കുട്ടികളൊക്കെ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ആലോചിക്കുക, ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ എന്ന രൂപത്തില് ഇന്ത്യയിൽ ഇദ്ദേഹം ഏതെല്ലാം നഗരങ്ങളാണ് സന്ദർശിച്ചത്? നോക്കൂ, അവിടെ ഒരു ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിന് ഷെഡ്യൂൾ ചെയ്ത പ്രധാനപ്പെട്ട നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണമായിരുന്നു. അദ്ദേഹം ആദ്യം കൊൽക്കത്തയിൽ എത്തുന്നു. അപ്പൊ കൊൽക്കത്തയിൽ ഒരു സ്റ്റേഡിയത്തിൽ വന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ തന്നെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുട്ടികളോട് അദ്ദേഹം കളിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കൊൽക്കത്തയിൽ വരുന്നു. അവിടെ 13 വന്നിട്ട് 70 അടി ഉയരമുള്ള ഇദ്ദേഹത്തിന്റെ പ്രതിമ, മെസ്സിയുടെ പ്രതിമ കൊൽക്കത്തയിൽ അനാച്ഛാദനം ചെയ്യുകയും സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ വലിയ പരിപാടികളൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന മുംബൈയിലെത്തുന്നു. മുംബൈയിലെത്തിയിട്ട് സച്ചിനെയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവിടുന്ന് കാണുന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം ഡൽഹിയിലെത്തുകയും നമ്മുടെ പ്രധാനമന്ത്രിയെ മീറ്റ് ചെയ്യുകയും പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ചയുണ്ട്. അപ്പൊ കൊൽക്കത്ത, പിന്നീട് ഹൈദരാബാദ്, പിന്നീട് ബോംബെ, പിന്നീട് ഡൽഹി. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ. ഇനി ചിലപ്പോൾ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നതിൽ 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച നമ്മുടെ ലയണൽ മെസ്സി ഇന്ത്യ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം സന്ദർശിച്ച നഗരങ്ങളിൽ പെട്ടത് ഏത് അല്ലെങ്കിൽ പെടാത്ത ഏത് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു നഗരം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. അദ്ദേഹം അവസാനമായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ജാംനഗർ, ഗുജറാത്തിലെ ജാംനഗറിലുള്ള നമ്മുടെ വൻതാര, അംബാനിയുടെ വൻതാര എന്ന് പറഞ്ഞ ഒരു മൃഗത്തെയൊക്കെ സെറ്റപ്പിൽ ഇങ്ങനെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്യുന്ന ഓർമ്മയില്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചാണ്, അല്ലെങ്കിൽ ഞാൻ പുതിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. വൻതാര എന്ന് പറയുന്ന അംബാനിയുടെ ഒരു വലിയ സെറ്റപ്പ് ഉണ്ട്. അവിടേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുക, അദ്ദേഹം അവിടെ സന്ദർശിക്കുക ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നഗരം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, ജാംനഗർ. അപ്പൊ കിട്ടിയല്ലോ മെസ്സിയുടെ സന്ദർശനം. 2025 ഡിസംബറിൽ ഇതുപോലെ തന്നെ VD സവർക്കർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഇന്നത്തെ BJP ഉയർത്തി കാണിക്കുന്ന അവരുടെ ലീഡർ, നേതാവ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാളി, അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കൂ, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ വാജ്പേയിയുടെയും ശ്യാം പ്രസാദ് മുഖർജിയുടെയും ദീൻ ദയാൽ ഉപാധ്യായുടെയും പ്രതിമ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പോ അത് രാഷ്ട്രപ്രേരണ സ്ഥൽ എന്ന് പറഞ്ഞുകൊണ്ടായത് പഠിച്ചത്. എവിടെയായിരുന്നു രാഷ്ട്രപ്രേരണ സ്ഥൽ എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിജി 3 പ്രതിമകൾ ഉദ്ഘാടനം ചെയ്ത സ്ഥലം? ഒന്ന് കമന്റ് ചെയ്തേ, എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ, ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ മെസ്സിയുടെ പ്രതിമ കൊൽക്കത്തയില്, ഞാൻ ഇപ്പൊ ചോദിച്ച പ്രതിമയുടെ സ്ഥലം നിങ്ങൾ കമന്റ് ചെയ്ത് വിചാരിക്കുന്നു. ഇനി നോക്കൂ, ഇപ്പോ പറയുന്ന പ്രതിമയാണ് VD സവർക്കറുടെ പ്രതിമ. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, മുംബൈയിലൊക്കെ ഉണ്ട്, പക്ഷെ ഇത് 2025 ഡിസംബർ എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ വിജയപുരം എന്ന് പറയണം. ശ്രീ വിജയപുരം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കത്തില്ല നിങ്ങൾക്ക്, പോർട്ട് ബ്ലെയർ അല്ലെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പോർട്ട് ബ്ലെയറിലാണ് VD സവർക്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. നമ്മുടെ കേന്ദ്രമന്ത്രി അമിത്ഷായും RSSന്റെ മേധാവി മോഹൻ ഭാഗവത് ജിയൊക്കെയാണ് അത് അനാച്ഛാദനം ചെയ്ത്. ഈ ഒരു വേളയില്, ഈ പ്രതിമ അനാച്ഛാദനം ചെയ്ത വേളയില് 116 വർഷം മുമ്പ് ഇദ്ദേഹം എഴുതിയ അല്ലെങ്കിൽ ആ ഒരു കവിത, ആ കവിതയുടെ 116ാമത്തെ വാർഷികം ഇവർ ആചരിക്കുകയാണ്. വളരെ വിഖ്യാതമായ സവർക്കറുടെ ഒരു കവിതയാണ് സാഗര പ്രാന്തൽ മലല.
ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് അല്ല, ഇത് മലയാള പത്രങ്ങളിലൊക്കെ എടുത്താണ്. ആ കവിത ഹിന്ദിയിലായിരിക്കുമല്ലോ, അപ്പൊ അതിന്റെ ഒരു മലയാളത്തിലേക്ക് മാറ്റിയപ്പം സാഗര പ്രാൺ തൽമലല, സാഗര പ്രാൺ തൽമലല ഒന്ന് പഠിക്കാം. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മൈ സോൾ ഈസ് ഇൻ ടോർമെന്റ് എന്ന രൂപത്തിലേക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ അതിവേഗ പെട്രോളിംഗ് കപ്പൽ 2025 ഡിസംബറിൽ, അങ്ങനെ തന്നെ ചോദിക്കാം, 2025 ഡിസംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ അതിവേഗ പെട്രോളിംഗ് കപ്പലാണ് ICGS അമൂല്യ. ഇതിന്റെ ന്യൂസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ന്യൂസൊക്കെ PDF സൂം ചെയ്ത് വായിച്ച് നോക്കണം കേട്ടോ. ICGS അമൂല്യ ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിന്റെ കമ്മീഷൻ ചെയ്ത പുതിയ അതിവേഗ പെട്രോളിംഗ് വെസലാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി നമുക്ക് പഠിക്കാം. നമ്മുടെ അന്തരിച്ച അല്ലെങ്കിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മഹാനായ നടൻ ശ്രീനിവാസൻ ചേട്ടൻ അല്ലേ. അപ്പൊ ശ്രീനിവാസൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല മലയാളികളിൽ. അദ്ദേഹത്തിന്റെ സിനിമ കാണാത്തവരും വളരെ വിരളമായിരിക്കും. അപ്പൊ ശ്രീനിവാസൻ അഭിനയിച്ചു എന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പല പത്രങ്ങളിലൊക്കെ പലതാണ് കാണിക്കുന്നത്. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. വേറെ എവിടെയെങ്കിലും പഠിച്ചത് ഞാൻ നോക്കിയപ്പോൾ ചില PDF-നകത്തും ചില ന്യൂസിനകത്തും കാണുന്നത് മണിമുഴക്കം എന്നാണ്. അപ്പൊ ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യനായ ഒരു പ്രതിഭ, ആ കലാകാരന്റെ ആദ്യത്തെ സിനിമ എന്ന രൂപത്തിൽ പറയുന്നത് മണിമുഴക്കമാണ്. ഇത് PA ബക്കർ സംവിധാനം ചെയ്ത സിനിമയാണ്. PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേട്ടോ. ഇത് മാത്രമേ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, കാരണം ആദ്യ സിനിമയായതുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ സിനിമയായിട്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താന്ന് നിങ്ങൾ പറയാം, മണിമുഴക്കമാണ്. സംവിധാനം PA ബക്കർ. നോക്കൂ, ഇദ്ദേഹത്തിന്റെ ജനിച്ച വർഷം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇദ്ദേഹം ജനിച്ച ജില്ല കണ്ണൂരാണ് കേട്ടോ. ഇദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, വടക്കു നോക്കി യന്ത്രം. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണേ. വളരെ അടിപൊളിയായിട്ടല്ലേ ഒരു കുടുംബത്തിലെ കഥകളൊക്കെ ആവിഷ്കരിച്ച് നമ്മളേറെ ത്രില്ലടിപ്പിച്ച് കാണിച്ച ഒരു സിനിമയാണ് വടക്കു നോക്കി യന്ത്രം. ആ വടക്കു നോക്കി യന്ത്രത്തിലെ ആ നോട്ടൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ കിട്ടും. അപ്പൊ ആ വടക്കു നോക്കി യന്ത്രം ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ അല്ലെ. നോക്കൂ, അതിന്റെ പ്രത്യേകത 1989 കേട്ടോ. 1989 വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. മികച്ച സംസ്ഥാന ചിത്രത്തിനുള്ള പുരസ്കാരം ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നു, സ്റ്റേറ്റ് അവാർഡ്. ഇനി മറ്റൊരു സിനിമ, ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ രണ്ടാമത്തെ സിനിമയാണിത്. ഇദ്ദേഹം സംവിധാനം രണ്ടാമത്തെ സിനിമ. അത് വളരെ എല്ലാവർക്കും ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഏത്? ചിന്താവിഷ്ടയായ ശ്യാമള. 1998 ഇത് പുറത്തിറങ്ങിയത് അല്ലേ. ഒരിക്കലും PSC ഇപ്പോൾ ഇതുപോലെ കോഴ്സും ക്ലാസ്സൊക്കെ ആയി പോയി ഞാനിതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു 6 മാസം നിർത്തിപ്പോയ സമയത്ത് നമ്മുടെ പിള്ളേർ അന്ന് തമാശയ്ക്ക് പറയുന്നു, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ മാഷയെ നിർത്തല്ലേ എന്ന് തമാശക്ക് അത് പറഞ്ഞിരുന്നു. അതുപോലെ ആ ഒരു ഡയലോഗ് ഇപ്പൊ നമ്മളെ മനസ്സിലില്ലടാ, ചിന്താവിഷ്ടയായ ശ്യാമള അല്ലെ. അടിപൊളി സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്കും ദേശീയ പുരസ്കാരം കിട്ടി. നോക്കൂ, സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസ്, ഈ ഒരു കാറ്റഗറിയിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടുന്നത്. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ കേട്ടോ. അപ്പൊ ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കു നോക്കി യന്ത്രം, അങ്ങനെ ഒരുപാട് സിനിമകൾ. നോക്കൂ, ഇപ്പൊ സന്ദേശം, അദ്ദേഹം എഴുതിയ സിനിമകൾ. ഇപ്പൊ സത്യനന്ദിക്കാടാണ് ആ സിനിമ സംവിധാനം ചെയ്തത്, പക്ഷേ സന്ദേശം എഴുതിയതാരാണ്? ശ്രീനിവാസനാണ്. ഇന്നിപ്പോ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത്രയ്ക്കും പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ചെയ്തിട്ട്, നാടോടിക്കാറ്റ്, ഇപ്പൊ ലേറ്റസ്റ്റ് ഫഹദ് ഫാസിലിന്റെ ഞാൻ പ്രകാശ് ഉൾപ്പെടെയുള്ള സിനിമകൾ അദ്ദേഹം തിരക്കഥ എഴുതി. അപ്പൊ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നടൻ എന്നീ നിരകളിലൊക്കെ നമ്മളെ ഏറെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നടന്റെ ആ ഒരു ഓർമ്മയ്ക്ക് മുമ്പിലാണ്. അപ്പൊ അത്രയ്ക്ക് നല്ലൊരു നടൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക. ഇദ്ദേഹം മരണപ്പെട്ട ഡേറ്റ് ഡിസംബർ 20 തീയതിയാണ്, 2025 കേട്ടോ. ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കാം. 2025 ഡിസംബർ 20 കേട്ടോ. നോക്കൂ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് ഗാൽവാൻ വാലിയിലാണ്, ലഡാക്കില്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് ഗാൽവാൻ വാലി, ലഡാക്ക്. ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ് എന്ന പേരിൽ നടന്ന സൈനിക നീക്കത്തിന്റെ വിശദാംശങ്ങൾ സ്മാരകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർത്തു വെച്ചേക്ക്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം ഗാൽവാൻ വാലി. 2026-29 കാലയളവിലേക്കുള്ള ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ, അതായത് BWF-ന്റെ ആ ഒരു കമ്മീഷനിൽ PV സിന്ധു ഉണ്ടായിരുന്നു. അതിന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധുവിനെയാണ്. ഓർത്ത് വെച്ചേക്കുക മാഡത്തിനെ. 2026-29 കാലയളവിലേക്കുള്ള ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ കമ്മീഷന്റെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ മക്കളെ, നമ്മൾ ഇതുവരെ പഠിച്ച ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ 9 ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ നോക്കുക. 1 നമ്പർ ഇടുക. ഇസ്രയേൽ ഇറാൻ സംഘർഷം. ഞാൻ നേരത്തെ അയൺ ഡോമിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. ഇസ്രയേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ദൗത്യം ഏതാണ്? ഓപ്ഷൻ A, B, C, D.
രണ്ടാമത്തത് വി ബി ജി റാംജി 2 എന്ന് ടൈപ്പ് ചെയ്യുക. വി ബി ജി റാംജി പദ്ധതി വിഹിതം 9010 എന്നുള്ളത് ഇവയിൽ ഏത് പ്രദേശത്താണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. രണ്ടും ആൻസർ കമന്റ് ചെയ്യുക. ഇനി ആൻസർ കമന്റ് ചെയ്യാൻ മടിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ക്ലാസ് ഇതുപോലെ അയ്യോ അച്ഛാ പോയല്ലെന്ന് പറയേണ്ട നിർത്താതിരിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റ് ആണ്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.